Hello everyone, welcome back to my channel. ഇന്ന് ഡിസംബർ 9-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, INS വിക്രമാദിത്യ ആൻഡ് INS വിക്രാന്ത് ടു ബി ഡിപ്ലോയിഡ് ഫോർ മിലൻ 2024. അപ്പോൾ INS വിക്രമാദിത്യം അതേപോലെ INS വിക്രാന്തും രണ്ടും ഇന്ത്യൻ നേവൽ ഷിപ്സ് ആണ്. അപ്പോൾ അവർ ആ രണ്ട് ഷിപ്സിനെയും ഓൺ ബോർഡ് ചെയ്തിരിക്കുകയാണ് ഫോർ എന്താ പറയുക മിലൻ 2024 വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. Then Indian Navy has planned to deploy both its aircraft carriers. Aircraft carriers ആണ് INS വിക്രമാദിത്യയും INS വിക്രാന്തും on eastern seaboard during Milan 2024, a flagship international naval exercise hosted by Visakhapatnam from February 19th to 27th next year. അപ്പോൾ നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി 19th തൊട്ടിട്ട് 27th of February വരെ ആയിരിക്കും നടക്കുക. അപ്പോൾ അതിന് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അതിന് മിലൻ 2024 എന്നാണ് പറയുക. അതിന് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ് INS വിക്രമാദിത്യ ആൻഡ് INS വിക്രാന്ത്. അപ്പോൾ നേവീസ് ഫ്രം US, ജപ്പാൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ബംഗ്ലാദേശ്, സൗത്ത് കൊറിയ, വിയറ്റ്നാം, ഇന്തോനേഷ്യ ആൻഡ് മലേഷ്യ ആർ സെറ്റ് ടു ബി എമംഗ് ദ പാർട്ടിസിപ്പേറ്റിംഗ് നേഷൻസ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ നേവീസും ഈ ഒരു എന്താ പറയുക മിലൻ 2024 പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശാഖപട്ടണത്ത് വെച്ചിട്ടായിരിക്കും നടക്കുക. ഫെബ്രുവരി 19th to 27th വരെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വൈസ് അഡ്മിറൽ ദിനേഷ് ത്രിപാഠി ടു ബിക്കം ഇന്ത്യാസ് ന്യൂ വൈസ് ചീഫ് ഓഫ് നേവി സ്റ്റാഫ്. അപ്പോൾ വൈസ് അഡ്മിറൽ ആയ ദിനേഷ് ത്രിപാഠി ആണ് ആവാൻ പോകുന്നത്. ഇന്ത്യയുടെ നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് നേവി സ്റ്റാഫായിട്ട് അപ്പോയിൻ്റ് ആവാൻ പോകുന്നത് ഈ വൈസ് അഡ്മിറൽ ദിനേഷ് ത്രിപാഠിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. ജാനുവരി തൊട്ടിട്ടായിരിക്കും ഈ ഒരു റോള് ഏറ്റെടുക്കാൻ പോകുന്നത് വൈസ് അഡ്മിറൽ ദിനേഷ് ത്രിപാഠി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹിരാനന്ദാനീസ് യോട്ട ഡാറ്റ ടു ഇൻസ്റ്റാൾ ഓവർ 20,400 NVIDIA GPUs ബൈ ജൂൺ 2024. അപ്പോൾ ഹിരാനന്ദാനി ഗ്രൂപ്പ് ഓൺ ചെയ്യുന്ന ഡാറ്റാ സെൻറ്റർ കമ്പനി യോട്ട ഡാറ്റ സർവീസസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് 20,400 NVIDIA GPU ബേസ്ഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ജൂൺ 2024 ആകുമ്പോഴേക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. GPU ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ജൂൺ 2024 ആകുമ്പോഴേക്കും 20,400 GPUs ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഹിരാനന്ദാനീസ് യോട്ട ഡാറ്റ സർവീസസ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗർബ ഓഫ് ഗുജറാത്ത് ഡിക്ലെയർഡ് ആസ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ബൈ യുനെസ്കോ. അപ്പോൾ ഗർബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോമാണ്, ഗുജറാത്തിൻ്റെ ഡാൻസ് ഫോമാണ്. അത് നാഷണൽ, അതായത് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. യുനെസ്കോ ആണ് ഇത് ഡിക്ലെയർ ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫിനാൻസ് മിനിസ്ട്രി ഗേവ് 10,000 crore rupees അഡ്വാൻസ് ഫോർ MGNREGs ഫ്രം കണ്ടിജൻസി ഫണ്ട്. ഗവൺമെൻറ് ആണ് ഇത് അറിയിച്ചിട്ടുള്ളത്. ഫിനാൻസ് മിനിസ്ട്രി 10,000 കോടി രൂപ അഡ്വാൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ടു MGNREGs, മൻരേഗ MGNREGsന് ഫ്രം കണ്ടിജൻസി ഫണ്ട് എന്ന് എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ഫിനാൻസ് മിനിസ്ട്രി ഹാസ് പ്രൊവൈഡഡ് 10,000 crore rupees ആസ് അഡ്വാൻസ് ഫോർ ദ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഫ്രം കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ഓവർ ആൻഡ് അബവ് ദ ബഡ്ജറ്ററി അലോക്കേഷൻ ഓഫ് 60,000 കോടി രൂപ. 60,000 കോടി രൂപയാണ് ബഡ്ജറ്ററി അലോക്കേഷൻ. അതിൻ്റെ 10,000 കോടി രൂപ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് MGNREGs കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ അലോക്കേഷൻ ഓഫ് 60,000 crore rupees വാസ് മെയ്ഡ് ഫോർ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. അതാണ് MGNREGs എന്ന് പറയുന്നത്, NREGS എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023-24 അറ്റ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് സ്റ്റേജ്.
അപ്പോൾ ബഡ്ജറ്റിൽ 2023-24 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് സ്റ്റേജിൽ ഇത് നിർണ്ണയിച്ചതാണ്. 60,000 കോടി രൂപയായിരിക്കും മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ അണ്ടറിൽ അലോക്കേറ്റ് ചെയ്യുക എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 10,000 കോടി രൂപ അഡ്വാൻസ് ഇപ്പോൾ MGNREGSന് വേണ്ടിയിട്ട് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. LTTS collaborates with NASSCOM to support generative AI startups. അപ്പോൾ LTTS കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ് നാസ്കോമായിട്ട് ടു സപ്പോർട്ട് ജനറേറ്റീവ് AI സ്റ്റാർട്ടപ്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊളാബറേഷൻ നടന്നിരിക്കുന്നത്. IT ഫേമായ L&T ടെക്നോളജി സർവീസസ് ലിമിറ്റഡ് ആണ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് നാസ്കോമായിട്ട് ജെൻ AI ഫൗണ്ടറി ഇനീഷ്യേറ്റീവ് ടു സപ്പോർട്ട് സ്റ്റാർട്ടപ്സ് ദാറ്റ് സ്പെഷ്യലൈസ് ഇൻ ദ ഫീൽഡ്. AI ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫേംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളാബറേഷൻ നടന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IDFC ഫസ്റ്റ് ബാങ്ക്സ് ED മതിവാണൻ റിസൈൻസ്. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മാധവൻ ബാലകൃഷ്ണൻ ഹാസ് ടെൻഡേർഡ് ഹിസ് റെസിഗ്നേഷൻ. മാധവൻ ബാലകൃഷ്ണനാണ് റെസിഗ്നേഷൻ ടെൻഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് എ സെക്കൻഡ്. അപ്പോൾ പേര് ശരിക്കും കേട്ടോളൂ. മതിവണ്ണൻ ബാലകൃഷ്ണനാണ് റിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Government decides to implement component of a Nari Adalat in a phased manner under Mission Shakti. അപ്പോൾ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് കോമ്പോണൻറ്റ് ഓഫ് നാരി അദാലത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫേസ്ഡ് മാനറിൽ. അണ്ടർ മിഷൻ ശക്തിയുടെ അണ്ടറിൽ അത് ഫേസ്ഡ് മാനറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിയൻ മിനിസ്റ്റർ ഫോർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആയ സ്മൃതി ഇറാനിയാണ് ഇൻഫോം ചെയ്തിരിക്കുന്നത് രാജ്യസഭയോട്. that the government has decided to implement the component of Nari Adalat in a phased manner under Mission Shakti അണ്ടറിൽ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സൈൻ $175 million ലോൺ ടു ഇംപ്രൂവ് കണക്ടിവിറ്റി ഇൻ മധ്യപ്രദേശ്. അപ്പോൾ കണക്ടിവിറ്റി മധ്യപ്രദേശിലത്തെ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും കൂടിയിട്ട് $175 million ലോണാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീലാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഒറിജിൻ മീഡിയ എക്സിക്യൂട്ടീവ് സമീർ ഷാ ടു ഹെഡ് BBC ബോർഡ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള മീഡിയ എക്സിക്യൂട്ടീവ് സമീർ ഷാ ആയിരിക്കും BBC ബോർഡ് ഹെഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യൻ ഹാസ് ബീൻ പിക്ഡ് ബൈ ദ UK ഗവൺമെൻറ് ടു ഹെഡ് എ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആസ് ഇറ്റ്സ് നെക്സ്റ്റ് ചെയർ ആയിട്ട് BBC ബോർഡിൻ്റെ നെക്സ്റ്റ് ചെയർ ആയിട്ട് ഇന്ത്യൻ ഒറിജിൻ മീഡിയ എക്സിക്യൂട്ടീവ് സമീർ ഷാ ആയിരിക്കും ലീഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇറ്റലി വിഡ്രോസ് ഫ്രം ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് പ്രൊജക്ട്. അപ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പ്രൊജക്റ്റ് എന്ന് ഇറ്റലി വിഡ്രോ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റലി എന്ന് പറയുന്ന രാജ്യം വിഡ്രോ ചെയ്തിരിക്കുകയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പ്രൊജക്റ്റ് എന്ന്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. US പോപ്പ് സ്റ്റാർ ടൈലർ സ്വിഫ്റ്റ് നെയിംഡ് ടൈം മാഗസിൻസ് പേഴ്സൺ ഓഫ് ദി ഇയർ. അപ്പോൾ US പോപ്പ് സ്റ്റാർ ടൈലർ സ്വിഫ്റ്റ് ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് നെയിം ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. BHEL വിൻസ് CII എക്സിം ബാങ്ക് അവാർഡ് ഫോർ ബിസിനസ് എക്സലൻസ് 2023. അപ്പോൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് CII എക്സിം ബാങ്ക് അവാർഡ് ജയിച്ചിരിക്കുകയാണ്. ഫോർ ബിസിനസ് എക്സലൻസ് 2023ക്കുള്ള അവാർഡ് ജയിച്ചിരിക്കുകയാണ് BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ഗുഡ് സെക്ടർ സർപാസസ് സർവീസസ് ഇൻ എക്സ്പോർട്സ് ഫോർ ഫസ്റ്റ് ടൈം. അപ്പോൾ ഇന്ത്യയുടെ ഗുഡ് സെക്ടർ സർവീസസിന് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ സർവീസസിനെ ഗുഡ്സ് സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണിത് ഇങ്ങനെ നടക്കുന്നത് ഇന്ത്യയുടെ ഗുഡ്സ് സെക്ടർ സർവീസസ് സെക്ടറിനെ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ
സർപ്പാസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കെയർ അപ്ഗ്രേഡ്സ് റേറ്റിംഗ് ഓഫ് IDBI ബാങ്ക്സ് ടയർ 2 ബോണ്ട്സ്. അപ്പോൾ കെയർ റേറ്റിംഗ്സ് ആണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. IDBI ബേസൽ 3 കോംപ്ലയൻറ്റ് ടയർ 2 ബോണ്ട്സ് അഗ്രിഗേറ്റിംഗ് 2000 crore rupees ഫ്രം A+ to AA- ആൻഡ് റിവൈസ് ദ ഔട്ട്ലുക്ക് ഫ്രം പോസിറ്റീവ് ടു സ്റ്റേബിൾ. പോസിറ്റീവിൽ നിന്നും സ്റ്റേബിളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ കെയർ റേറ്റിംഗ്സ് IDBI ബാങ്കിൻ്റെ ടയർ 2 ബോണ്ട്സിൻ്റെ റേറ്റിംഗ്സ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ സെറ്റ് ടു ബിക്കം third largest economy by 2030. GDP to be around 7% in 2026 to 27. S&P ഗ്ലോബൽ റേറ്റിംഗ്സ്. അപ്പോൾ S&P ഗ്ലോബൽ റേറ്റിംഗ്സ് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിച്ചിരിക്കുകയാണ്, ഫോർകാസ്റ്റ് നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ 3rd ലാർജസ്റ്റ് എക്കണോമി ആയിരിക്കും 2030 ആകുമ്പോഴേക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് GDP 2026-27 പീരീഡിലെ ഇന്ത്യയുടെ 7% GDP ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ടുള്ളത് S&P ഗ്ലോബൽ റേറ്റിംഗ്സ് ആണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ ഇറ്റ് വുഡ് മീൻ ദാറ്റ് ഇന്ത്യ വിൽ സർപ്പാസ് ജപ്പാൻ ആൻഡ് ജർമ്മനിയെ സർപ്പാസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ജപ്പാനും ജർമ്മനിയും പോലുള്ള വലിയ രാജ്യങ്ങളെ മറികടക്കാൻ പോവുകയാണ് ഇന്ത്യ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അർജന്റീന സൂപ്പർ സ്റ്റാർ ലയണൽ മെസ്സി നെയിംഡ് ടൈംസ് അത്ലീറ്റ് ഓഫ് ദി ഇയർ ഫോർ 2023. അപ്പോൾ അർജന്റീനയുടെ സൂപ്പർ സ്റ്റാർ ലയണൽ മെസ്സി എല്ലാവർക്കും അറിയുണ്ടാവും, ഫുട്ബോൾ പ്ലെയർക്ക് അറിയുണ്ടാവും. അതല്ലാത്തവർക്കും ഈ ലയണൽ മെസ്സി എന്നുള്ള പേര് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. അറിയാത്തവർക്ക് ലയണൽ മെസ്സി ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അർജന്റീന രാജ്യത്തിൻ്റെ ഫുട്ബോൾ പ്ലെയറാണ് ലയണൽ മെസ്സി. അപ്പോൾ ആ ലയണൽ മെസ്സി ഇപ്പോൾ ടൈംസ് അത്ലീറ്റ് ഓഫ് ദി ഇയറിൽ നെയിം ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI MPC മീറ്റിംഗ്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടന്നിരിക്കുകയാണ്. RBI എൻഹാൻസസ് UPI ട്രാൻസാക്ഷൻ ലിമിറ്റ് ഫോർ ഹോസ്പിറ്റൽസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു 5 lakh. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ UPI ട്രാൻസാക്ഷൻ ലിമിറ്റ് എൻഹാൻസ് ചെയ്തിരിക്കുകയാണ്, ബൂസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ 5 ലക്ഷം രൂപ വരെ ആക്കിയിരിക്കുകയാണ് UPI വഴിയുള്ള പേയ്മെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഹാസ് കെപ്റ്റ് ദ കീ പോളിസി റിപ്പോ റേറ്റ് അൺചേഞ്ച്. അപ്പോൾ റിപ്പോ റേറ്റ് അൺചേഞ്ച് ആയിട്ട് 6.5% വെച്ചിരിക്കുകയാണ്. ദിസ് ഇസ് ദ fifth meeting on the trot that the MPC decided to maintain the status on a repo rate. RBI raised the GDP growth projection for fiscal year 24 to 7% from 6.5% earlier on buoyant domestic demand and higher capacity utilization in the manufacturing sector. അപ്പോൾ RBI UPI ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ്സ് എൻഹാൻസ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UPI ട്രാൻസാക്ഷൻ അപ്പോൾ UPI ട്രാൻസാക്ഷൻ ലിമിറ്റ്സ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതായത് 1 ലക്ഷം രൂപയായിരുന്നു ഇതുവരെയായിട്ടും ഉണ്ടായിരുന്നത്. 1 ലക്ഷം രൂപയായിരുന്നു ലിമിറ്റ് ഉണ്ടായിരുന്നത്. UPI ട്രാൻസാക്ഷൻ ഫോർ ഹോസ്പിറ്റൽസിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ്, UPI വഴിയുള്ള ട്രാൻസാക്ഷൻ ലിമിറ്റ് അത് ഇൻക്രീസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽസിനും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അത് ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ട് 5 ലക്ഷം രൂപയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.